നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസ് പീരീഡ് ഇൻ കേരള, അതുപോലെ തന്നെ ഡച്ചസ് ഇൻ കേരള ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ കേരള. ആദ്യമായിട്ട് പോർച്ചുഗീസ് പീരീഡ് ഇൻ കേരള. കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ കാലഘട്ടം ആരംഭിക്കുന്നത് 1498 മെയ് മാസത്തിൽ പോർച്ചുഗീസ് നാവിഗേറ്ററായ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്നതോട് കൂടിയാണ്. ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചത് പോർച്ചുഗീസ് കിങ്ങായ ഡോം മാനുവൽ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഗാമ വന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് അന്നേരം ഭരിക്കുന്നത് സാമൂതിരിയാണ്. സാമൂതിരി ഈ പോർച്ചുഗീസ് നാവിഗേറ്ററെ വാമായിട്ട് വെൽക്കം ചെയ്തു, നല്ല രീതിയിൽ ആദരിച്ച് സ്വീകരിച്ചു. വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വന്ന ഷിപ്പിന്റെ പേര് സെന്റ് ഗബ്രിയേൽ ആണ്. ഇതൊക്കെ നമ്മൾ മുൻകാല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഇദ്ദേഹം കോഴിക്കോട് നിന്നും കോലത്തിരി രാജാവിടെ, കണ്ണൂരിലെ കോലത്തിരി രാജാവിടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് കണ്ണൂരേക്ക് പോയി. ഇവിടെ നിന്നും ഗാമ 1499 ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. ഗാമ സെക്കൻഡ് വിസിറ്റ് ചെയ്തത്, കേരളം രണ്ടാമത് വിസിറ്റ് ചെയ്തത് 1502 അതുപോലെ തന്നെ ഗാമ തേർഡ് ടൈമിലും കേരളത്തിൽ വന്നിരുന്നു. അത് 1524 ഇത് നമ്മൾ അഡ്വൻസ് ഓഫ് യൂറോപ്യൻസ് ടു ഇന്ത്യ എന്നുള്ള ഭാഗത്ത് വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വാസ്കോഡ ഗാമ മരിക്കുന്നത് 1524 ഡിസംബർ 29 ഇദ്ദേഹത്തിനെ ക്രിമേറ്റ് ചെയ്തത് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ഇദ്ദേഹത്തെ ക്രിമേറ്റ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മോർട്ടൽ റിമൈൻസ് ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് ഇദ്ദേഹത്തിന്റെ മോർട്ടൽ റിമൈൻസ് കൊണ്ടുപോയി. ഗാമയ്ക്ക് ശേഷം ഒരു സെക്കൻഡ് എക്സ്പെഡിഷൻ ഉണ്ടായി, പോർച്ചുഗീസുകാരുടെ ഒരു സെക്കൻഡ് എക്സ്പെഡിഷൻ ഉണ്ടായി കേരളത്തിലേക്ക്. അതിനെ ലീഡ് ചെയ്തത് പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ്. ഇദ്ദേഹം കൊച്ചിയിലാണ് എത്തിയത്. കൊച്ചിയിൽ ഇദ്ദേഹം എത്തിയത് 24 ഡിസംബർ 1500 1500 ഡിസംബർ 24 പെഡ്രോ അൽവാരസ് കബ്രാൾ കൊച്ചിയിലെത്തുന്നത്. ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് അറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തത് 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് 1505 അതിനുശേഷം വന്ന ഗ്രേറ്റസ്റ്റ് പോർച്ചുഗീസ് സ്റ്റേറ്റ്മാൻ ആണ് അൽബുക്കർക്ക്. ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ ആ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പോർച്ചുഗീസ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ഈ ബംഗ്ലാവ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, കേരളത്തിൽ ബംഗ്ലാവ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ഒരുപാട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കാഷ്യൂ നട്ട്സ്, ടുബാക്കോ, കസ്റ്റാർഡ് ആപ്പിള്, ഗോവ, പൈനാപ്പിള്, പപ്പായ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ മറ്റൊരു സംഭാവനയാണ് ചവിട്ട് നാടകം. അതൊരു ക്രിസ്ത്യൻ ഡാൻസ് ഡ്രാമയാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ട് നാടകം, ക്രിസ്ത്യൻസ് ഡാൻസ് ഡ്രാമയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ റിഫോംസ് കൊണ്ടുവരാനായിട്ട് സിനോദ് ഓഫ് ദയംപൂർ, ഉദയംപേരൂർ സിനോദ് എന്നാണ് അറിയപ്പെടുന്നത്, അത് കണ്ടക്ട് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. 1599 സിനോദ് ഓഫ് ദയംപൂർ കേരളത്തിൽ കണ്ടക്ട് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിലെ ലാറ്റിൻ ബിഷപ്പിന്റെ അപ്പോയിന്റ്മെന്റിനെതിരെ കൂനൻ കുരിശ് പ്രതിജ്ഞ 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ നടത്തിയതും ഈ പോർച്ചുഗീസുകാരാണ്. അത് കേരളത്തിലെ ലാറ്റിൻ ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് എതിരെയായിരുന്നു. ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, ഫോർട്ട് മാനുവൽ കൊച്ചിയിൽ പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് മാനുവൽ കൊച്ചിയിൽ പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ ഫോർട്ട് ആഞ്ചലോ, കണ്ണൂരിൽ ഫോർട്ട് ആഞ്ചലോ പണി കഴിപ്പിച്ചത് ഇവരാണ്, പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ തൊണ്ടക്കുഴലിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്ന പിസ്റ്റൾ എന്നറിയപ്പെടുന്ന ഒരു ഫോർട്ടുണ്ട്, അത് നമ്മുടെ ചാലിയം ഫോർട്ടാണ്. എ പിസ്റ്റൾ ഹെൽഡ് അറ്റ് ദ സാമൂരിൻസ് ത്രോട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചാലിയം ഫോർട്ടാണ്. സാമൂതിരിയുടെ നേവൽ കമാൻഡേഴ്സ് ആയിരുന്ന കുഞ്ഞാലി മരക്കാർ മാസുമായിട്ട് ഈ പോർച്ചുഗീസുകാരുടെ യുദ്ധം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം ഡയസ് ഓഫ് കൊച്ചിനാണ്. ഡയസ് ഓഫ് കൊച്ചിൻ സ്ഥാപിക്കപ്പെട്ടത് 1557 1557 കൊച്ചിൻ ഡയസ് ഫൗണ്ട് ചെയ്യുന്നത്, സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ഇവിടെ കുറെ തിയോളജിക്കൽ സ്കൂൾസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് തിയോളജിക്കൽ സ്കൂൾസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജസ് കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും അങ്കമാലിയിലും വൈപ്പിൻ കോട്ടയിലും ഒക്കെ ഇവർ കോളേജസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ നമുക്ക് കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും പ്രിന്റിംഗ് പ്രസ്സുകളും
സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയാനുള്ളത്. റഫായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ഡിക്ലൈൻ ചെയ്യുന്നത്, ഇവരുടെ ഡിക്ലൈൻ ആരംഭിക്കുന്നത് തന്നെ ഡച്ചുകാരുടെ അറൈവലോട് കൂടിയാണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡച്ച് ഇൻ കേരള എന്നതിനെ കുറിച്ചാണ്. കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ചാണ്. കേരളവുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടാക്കുന്ന യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് നേഷൻസ് ആണ് ഡച്ചുകാർ. കേരളവുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്ന യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് രാജ്യക്കാരാണ് ഡച്ചുകാർ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത് 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് 1592 ഫസ്റ്റ് ഡച്ച് അഡ്മിറൽ ടു റീച്ച് ഇന്ത്യ കേരളത്തിൽ എത്തിയ ആദ്യത്തെ ഡച്ച് അഡ്മിറൽ, ഇദ്ദേഹം എത്തിയത് കോഴിക്കോടാണ്. ഇദ്ദേഹത്തിന്റെ പേര് സ്റ്റീവൻ വാൻഡർ ഹേഗൻ എന്നായിരുന്നു. സ്റ്റീവൻ വാൻഡർ ഹേഗൻ എന്നായിരുന്നു കേരളത്തിലെത്തിയ ആദ്യത്തെ ഡച്ച് അഡ്മിറലിന്റെ പേര്. 1650 ഈ ഡച്ച് ഗവൺമെന്റ് കായംകുളത്ത് ഒരു വെയർഹൌസ് സ്ഥാപിക്കുന്നുണ്ട്. ഒരു വെയർഹൌസ് സ്ഥാപിച്ചത് കായംകുളത്താണ് 1650. അതുപോലെ തന്നെ ഈ പെപ്പറിന്റെ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കുത്തക എക്സ്ക്ലൂസീവ് മൊണോപ്പൊളി കൊടുത്ത ഒരു ട്രീറ്റി ഉണ്ട്. ആ ഡച്ചിന് എക്സ്ക്ലൂസീവ് മൊണോപ്പൊളി കൊടുത്ത ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ട്രീറ്റി ഓഫ് ട്രാവൻകൂറിലൂടെ ഇവർക്ക് എന്താണ് പെപ്പറിന്റെ വ്യാപാരത്തിലുള്ള എക്സ്ക്ലൂസീവ് മൊണോപ്പൊളി ലഭിക്കാനുണ്ടായത്. ഈ ഡച്ച് ഫോഴ്സസ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ ലീഡർ, അതിന് നേതൃത്വം നൽകിയത് വാൻ ഗോയൻസ് ആയിരുന്നു. ഡച്ച് ഫോഴ്സസ് മട്ടാഞ്ചേരി പാലസ് ആക്രമിച്ചപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തത് വാൻ ഗോയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഡച്ചുകാര് മസൂലി പട്ടണത്ത് 1605 ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. മസൂലി പട്ടണത്ത് 1605 ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡച്ചുകാരും വേണാട് രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും തമ്മിൽ 1741 ആഗസ്റ്റ് 10 നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കുളച്ചിൽ അഥവാ കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ച് കമാൻഡറായിരുന്ന ഡിലനോയെ മാർത്താണ്ഡവർമ്മ കീഴ്പ്പെടുത്തുകയും ഈ ഡിലനോയെ മാർത്താണ്ഡവർമ്മയുടെ ആർമിയുടെ വലിയ കപ്പിത്താനായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1753 ആഗസ്റ്റ് 15 അനുഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മാവേലിക്കര. ട്രീറ്റി ഓഫ് മാവേലിക്കര ബിറ്റ്വീൻ മാർത്താണ്ഡവർമ്മ ആൻഡ് ഡച്ചസ്. ഈ ട്രീറ്റിയോടുകൂടി കേരളത്തിലെ ഡച്ചുകാരുടെ പൊളിറ്റിക്കൽ പവർ ആവുക എന്നുള്ള ആഗ്രഹം അവസാനിച്ചു. അവരുടെ ഒരു കംപ്ലീറ്റ് ഹ്യൂമിലിയേഷനിലേക്ക് നയിച്ച ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മാവേലിക്കര. 1753 ആഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ളതായിരുന്നു ട്രീറ്റി ഓഫ് മാവേലിക്കര. അതുപോലെ തന്നെ ഈ ഡച്ചുകാരുടെ സംഭാവന, ഡച്ചുകാര് ലെപ്രസി പേഷ്യൻസിന് വേണ്ടിയിട്ട്, രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെപ്രസി ഹോസ്പിറ്റല് പള്ളിപ്പുറത്ത് സ്ഥാപിച്ചിരുന്നു. അതുപോലെ ഡച്ചുകാര് പോർച്ചുഗീസുകാരുടെ കോട്ട, കൊല്ലത്തുള്ള പോർച്ചുഗീസുകാരുടെ കോട്ട കീഴടക്കിയിരുന്നു. അത് ഡിസംബർ 29, 1658 പിന്നീട് ഡച്ചുകാര് കൊച്ചി കീഴടക്കി. 1663 ഇവര് കൊച്ചിൻ ക്യാപ്ചർ ചെയ്തു. മൈസൂരിയൻ ഇൻവേഷൻ ഓഫ് ഹൈദരാലിയുടെ ഇൻവേഷനോടുകൂടിയും അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടു കൂടിയൊക്കെ തന്നെ കേരളത്തിൽ ഡച്ച് പവർ അവസാനിച്ചു. ഡച്ചുകാരെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് കേരളത്തിനുള്ളത് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ഗാർഡൻ ഓഫ് മലബാർ. മലബാറിലെ ഗാർഡൻ എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് എൻസൈക്ലോപീഡിയയാണ്. നമ്മുടെ കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു എൻസൈക്ലോപീഡിയയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് കമ്പൈൽ ചെയ്തത് അഡ്മിറൽ വാൻഡീഡിന്റെ പാട്രണേജിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് കമ്പൈൽ ചെയ്തത് അഡ്മിറൽ വാൻഡീഡിന്റെ, ഡച്ച് അഡ്മിറലായിരുന്ന അഡ്മിറൽ വാൻഡീഡിന്റെ പാട്രണേജിലാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ കമ്പൈലേഷനുമായിട്ട് സഹകരിച്ച കുറച്ച് ആളുകളുണ്ട്. കേരളത്തിൽ നിന്നുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അതിൽ ഒരാള് കാർമലൈറ്റ് മങ്കായിരുന്ന മാത്യൂസ് ആണ്. അതുപോലെ തന്നെ 3 ഗൗഡ സാരസ്വത ബ്രാഹ്മൺസ് ഉണ്ട്. ഗൗഡ സാരസ്വത് ബ്രാഹ്മൺസ് ഉണ്ട്. അവരുടെ പേര് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നാണ്. അതുപോലെ തന്നെ ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇട്ടി അച്യുതൻ എന്നായിരുന്നു. ഈ ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് നമ്മുടെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും, കേരളത്തിലെ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും പറയാനുള്ളത്. ഇതിനകത്ത് നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചവിട്ട് നാടകം, സിനോദ് ഓഫ് ഡയംബൂർ, അതുപോലെ തന്നെ ഓത്ത് ഓഫ് കൂനൻ കുരിശ്,
പിന്നീട് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ കേരള ആണ്. കേരളത്തിലെ ബ്രിട്ടീഷ് പവറിന്റെ വളർച്ചയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ, കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിട്ട് അറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫ് ഫിച്ച്, ഇദ്ദേഹത്തെയാണ് പയനിയർ ഇംഗ്ലീഷ് മാൻ അല്ലെങ്കിൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഫാക്ടറി സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ആദ്യമായിട്ട് ഇവർ ഫാക്ടറി സ്ഥാപിക്കുന്നത് വിഴിഞ്ഞത്താണ്. 1695 അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ അഞ്ചങ്ങോ ഫോർട്ട്, ആറ്റിങ്ങൽ റാണിയുടെ പെർമിഷനോട് കൂടി അഞ്ചുതെങ്ങ് ഫോർട്ട് 1695 ഇവര് സ്ഥാപിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ കലാപം ഉണ്ടാവുന്നത് 15 ഏപ്രിൽ 1721 1721 ഏപ്രിൽ 15 ഇത് അവിടുത്തെ നേറ്റീവ്സ്, ആറ്റിങ്ങലിലെ നേറ്റീവ്സും ബ്രിട്ടീഷ് ട്രേഡേഴ്സും തമ്മിലായിരുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അതുപോലെ തന്നെ ഈ ആറ്റിങ്ങൽ റിവോൾട്ടിനെ അറിയപ്പെടുന്നത് ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഇൻ കേരള എന്നാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ടാണ് നമ്മുടെ ആറ്റിങ്ങൽ റിവോൾട്ടിനെ അറിയപ്പെടുന്നത്. 1723 ഏപ്രിലിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ട് ഒരു സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കി, ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. ഈ ട്രീറ്റി ഫസ്റ്റ് ട്രീറ്റിയാണ്, അതായത് ഒരു ഇന്ത്യൻ സ്റ്റേറ്റും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ട്രാവൻകൂർ കിങ്സും തമ്മിൽ ഏർപ്പെട്ട ആ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി. 1795 ട്രാവൻകൂർ കിങ്സും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് മറ്റൊരു ട്രീറ്റി കൺക്ലൂഡ് ചെയ്യുകയും തൽഫലമായിട്ട് ട്രാവൻകൂർ ബ്രിട്ടീഷുകാരുടെ സുപ്രീമസിയെ അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 1800 കൊച്ചി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിൽ വന്നു. 1800 കൊച്ചി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിൽ വന്നു. ട്രാവൻകൂറിലെ ഫസ്റ്റ് ബ്രിട്ടീഷ് റെസിഡന്റ് അറിയപ്പെടുന്നത് കേണൽ മക്കാളയാണ്. കേണൽ മെക്കാളയാണ് ട്രാവൻകൂറിലെ ഫസ്റ്റ് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ 1805 ഈ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുമായിട്ട് ഒരു ട്രീറ്റി നെഗോഷിയേറ്റ് ചെയ്യുകയും തൽഫലമായിട്ട് ട്രാവൻകൂറിന്റെ പൊളിറ്റിക്കൽ ഫ്രീഡം നഷ്ടപ്പെടുകയും ചെയ്തു. 1805 ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുമായിട്ട് കൺക്ലൂഡ് ചെയ്ത ആ സന്ധി പ്രകാരമാണ്, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത ആ ഒരു ട്രീറ്റി പ്രകാരമാണ് ട്രാവൻകൂറിലെ പൊളിറ്റിക്കൽ ഫ്രീഡം നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് പവറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ചലഞ്ചസ് ആണ്. ഇവർ ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കേരളവർമ്മ പഴശ്ശിരാജ, കോട്ടയത്തെ റോയൽ ഫാമിലിയിലെ കേരളവർമ്മ പഴശ്ശിരാജയുടെ യുദ്ധത്തെക്കുറിച്ചാണ്. വേലുത്തമ്പി ദളവയുടെ റിവോൾട്ടിനെ കുറിച്ചും പഠിക്കാനുണ്ട്. വേലുത്തമ്പി ദളവയുടെ റിവോൾട്ടിനെ കുറിച്ച് നമുക്ക് മോഡേൺ ട്രാവൻകൂർ എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാം. പഴശ്ശി റിവോൾട്ട് നമുക്ക് മറ്റൊരു ചാപ്റ്റർ ആയിട്ട് പുതിയൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് പീരീഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ കൂടത്തിൽ തന്നെ നമുക്ക് വേണാട്, അതുപോലെ തന്നെ കിങ്ഡം ഓഫ് കൊച്ചിൻ ഇതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണാടിനെ കുറിച്ചും കിങ്ഡം ഓഫ് കൊച്ചിയെ കുറിച്ചും ചലഞ്ചസ് ടു ബ്രിട്ടീഷ് സുപ്രീമസിയിലെ കേരളവർമ്മ പഴശ്ശിരാജയുടെ റിവോൾട്ടിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.